ഇന്നിവിടെ ഓഫാണ്, കാനഡ ഡേ, ജൂലൈ 1 കാനഡ ഡേയാണ്. സോ ചെറിയ ലൊക്കേഷനിൽ പോയിട്ട് ഡ്രോണൊക്കെ പറപ്പിച്ച് ഡേ ഓഫ് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വേണമെങ്കിൽ മൈൽസ് കാനിയൻ വരെ പോവാം. ഇവിടെ അടുത്തുള്ള ഒരു ലൊക്കേഷനാണ്. ഇവിടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 10-15 മിനിറ്റ്സ് റൈഡേ ഉള്ളൂ. ഇവിടെ തൊട്ടടുത്ത് ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ആദ്യം വൈറ്റ് ഹോഴ്സിൽ എത്തുന്നവരൊക്കെ ആദ്യം കാണാൻ പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. സാധാരണ ഈ വൈറ്റ് ഹോഴ്സിലെത്തിയ ആൾക്കാരൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ ആദ്യം ഇടുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ ആ ലൊക്കേഷനിലായിരിക്കും. അത് കഴിഞ്ഞ് പറ്റുവാണ് ഞാൻ അടുത്ത ലൊക്കേഷൻ പിടിക്കാത്തത്. നോക്കട്ടെ, എന്നിട്ട് മൂഡ് പോലെ ഇരിക്കും. ഇത് ഭയങ്കര ക്ലൗഡി ആയതുകൊണ്ട് ഒരു സംശയത്തിലായിരുന്നു ഇന്ന് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളത്. ഗുഡ് ബൈ പറയാണ്. അടുത്ത സ്ഥലം പിടിക്കും. ഇവിടെ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട്, വൂൾഫ് ക്രീക്ക് എന്ന് പറഞ്ഞാൽ. നമുക്ക് ആ ക്യാമ്പ് ഗ്രൗണ്ട് ഒന്ന് ചുറ്റി കാണാം ചുമ്മാ. ഇവിടെ ഇതിലെയാണ് എൻട്രൻസ്. ഇവിടെ ഇങ്ങനെ ഡേ ഓഫൊക്കെ കിട്ടുമ്പോൾ ആളുകൾ ഇവിടെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യും. ബെഞ്ചും തീ കത്തിക്കാനുള്ള സെറ്റപ്പും ബാർബിക്യൂ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നൊരു ഡേ ഓഫ് ആയതുകൊണ്ട് ഒത്തിരി പേരുണ്ട്. ഓരോ കാടിനുള്ള ഓരോരോ സ്പോട്ടുകളാണ്. അപ്പം ഇങ്ങനെ അവർക്ക് ഒരു ദിവസം ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് ചെറിയൊരു തോടൊക്കെ ഉണ്ട് ഇവിടെ, ക്രീക്ക്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് തീയൊക്കെ കത്തിച്ച് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്പോട്ട്. ഇതിൽ ദൂരെ നിന്ന് വന്ന ആളുകളും ഉണ്ടാവും കേട്ടോ. അപ്പം ദൂരേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ അവർ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്പോട്ടുകൾ എടുക്കും. അപ്പോൾ ഒത്തിരി ദൂരം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി താമസിച്ച്, അതുപോലത്തെ ക്യാമ്പറില്ലേ, ട്രെയിലറും ഒക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനുള്ള അവർക്ക് താമസിക്കാൻ ബെഡും സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സ്പോട്ട് സെലക്ട് ചെയ്യും. ഒത്തിരി ദൂരം യാത്ര ചെയ്യുന്നു കേട്ടോ. ഇവിടുന്ന് നേരെ യൂക്കോൺ കൂടി അലാസ്കയ്ക്കും ഒക്കെ പോകുന്ന ആളുകളുണ്ടാവും. അപ്പം അവരൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യും. അവർക്കൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. ഇതുപോലത്തെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ.
ക്യാമ്പ് ഗ്രൗണ്ട്സ്. അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് കുക്ക് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ഇവിടെ പാർക്കുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അവർ ഓൾറെഡി ക്യാമ്പറുണ്ട്, പിന്നെ അവിടെ വേറെ ടെൻറ്റും അടിച്ചു. ഇതുണ്ടോ, അവിടെയാണ് പാർക്ക് കേട്ടോ. പിള്ളേരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതിനു മുന്നേ കാർ ക്രോസ് പോയിരുന്നു. ഞാൻ ഇതിനു മുന്നേ കാർ ക്രോസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് ആ ഒരു ചെറിയ കാർ ക്രോസ് ചെറിയൊരു അങ്ങാടിയില്ലേ, ആ അങ്ങാടി കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി നല്ല വ്യൂ ഉണ്ട്. അത് ഞാൻ അന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിന് ഞാൻ കവർ ചെയ്യാം. ഈ റോഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അലാസ്കയ്ക്ക് പോവാം. നമുക്ക് പോകാനുള്ള വകുപ്പില്ല, വിസ ഇല്ലാത്തതുകൊണ്ട്. കാർ ക്രോസ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് ഒന്നും കൂടി നമുക്ക് ഡ്രോൺ പറപ്പിക്കാം. തണുപ്പ് കൂടി, അതുകൊണ്ട് അടുത്ത ലെയർ ഇടാൻ പോവാ. ജാക്കറ്റിൻ്റെ ആഡ് ചെയ്യാൻ പോവാണ്. ഇല്ല, ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കൊരു ശരിയാവും. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്ര തണുപ്പില്ലായിരുന്നേ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തണുപ്പ് കൂടി. ഇനിയിപ്പോൾ ഇതിടാണ്ട് വഴിയില്ല. ഇതെടുത്താൽ നന്നായി. എടുക്കാണ്ട് വന്നിരുന്നെങ്കിൽ പകുതിയിൽ നിന്ന് യാത്ര നിർത്തി തിരിച്ചു കൊണ്ടുവന്നേനെ. കയ്യൊക്കെ റെഡി കഴിഞ്ഞു. ഇടാം. ഇനി ആ പണി കഴിഞ്ഞ് ഇനി തണുക്കാതെ കംഫർട്ടബിളായിട്ട് പോവാം. പണ്ട് ഇവിടെ ഗോൾഡ് മൈനൊക്കെ ഉള്ളതുകൊണ്ട്, അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടെയുള്ള ആളുകൾ താമസിച്ച സ്ഥലവും ഷിപ്പൊക്കെ കാണിച്ചു തരാം. ഇതാണ്. അതിൻ്റെ പേര് ടു ഷൈ എന്നാണ് തോന്നുന്നു. അതെ, അന്നത്തെ ഷിപ്പാണെന്ന് തോന്നുന്നു. അതിൻ്റെ അവശിഷ്ടമാണ്. ഇത്രയേ ഉള്ളൂ. പാർക്കിങ്ങിലൊക്കെ അന്നത്തെ ഏതോ പഴയ വണ്ടി ട്രക്കാന്ന് തോന്നുന്നു. അതിൻ്റെ അവശിഷ്ടമൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ആർക്രോസിൽ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള ക്യാമ്പ് ഗ്രൗണ്ട് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിലേ പോയി നോക്കാം. ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് ആണെന്ന് തോന്നുന്നു. നോക്കാം. ഇത് തന്നെയാണ്
ക്യാമ്പ് ഗ്രൗണ്ട്. ഇതല്ലാതെ വേറൊരു സ്പോട്ടും കൂടി ഉണ്ട്, നമുക്ക് അങ്ങോട്ടും കൂടിയും പോവാം. അതിൽ ഒരു ഹൈക്കിംഗ് ട്രെയിലുണ്ട് ഇവിടെ. ട്രക്ക് പോട്ടെ, ഇത് പൊടി ഒന്ന് ചാവും. ഒരു ക്യാമ്പിംഗ് സ്പോട്ടും കൂടി ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോവാം. ഇവിടുന്ന് തൈക്ക് ശരിക്കും കാണാം. അവിടെ ചെറിയൊരു തോട് പോലെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ക്യാമ്പിംഗ് സ്പോട്ടുണ്ട്. ഇത് ഫ്രീ ക്യാമ്പിംഗ് സ്പോട്ടാണ്. ഇവിടെ പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ, കാടിനുള്ളതുകൊണ്ട്. അപ്പം തന്നെ പോവാം, അടുത്ത ലൊക്കേഷൻ പിടിക്കാം. സ്ഥലം എത്രത്തോളം ഭംഗിയുണ്ട് ക്യാമറയിൽ കൂടെ കാണാനല്ല, വീഡിയോ എടുക്കുമ്പോൾ കാണാമെന്ന് എനിക്കറിയില്ല. പക്ഷേ അടിപൊളി സ്ഥലം, എൻ്റെ ഫേവറേറ്റ് സ്ഥലം എന്ന് പറയും ഡ്രൈവ് ചെയ്യാൻ. യൂക്കോണിലെ എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണത്. ഞാനെല്ലാവരോടും ഇപ്പം വൈറ്റ് ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയുക കാർ ഹൗസിന് ആദ്യം കാണാൻ പോകേണ്ട സ്ഥലം. ഈ കുന്നിൻ്റെ മുകളിൽ മൗണ്ടെയിൻ ഗോഡ്സും ഉണ്ടാവും, പക്ഷെ കാണാൻ ഇച്ചിരി പാടാണ്. പറ്റുവാണെങ്കിൽ ഡ്രോൺ ഒരെണ്ണത്തിന് സ്പോട്ട് ചെയ്യുവാണെങ്കിൽ ഡ്രോൺ വെച്ച് വർണ്ണിക്കാം, കാണിക്കാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ കുറച്ചുകൂടി മുന്നിലെത്തിയിട്ട് അവിടെ സ്റ്റോപ്പ് എടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ പറ്റുമോ നോക്കട്ടെ, മൗണ്ടൻ ഗോഡിനെ കാണാൻ പറ്റുമോ. പറ്റുവാണെങ്കിൽ ഡ്രോണും
അങ്ങനെ എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സെറ്റാക്കാം. നോക്കട്ടെ, ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അളിയനോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന സമയത്ത് വെള്ളച്ചാട്ടം കാണാൻ പോവാം. അന്നാണേലും എനിക്ക് തോന്നുന്നു വിൻ്ററും കൂടിയായിരുന്നു. ഐസിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചെറിയൊരു ഒച്ച കേൾക്കാം വെള്ളം പോകുന്നത്. പുറത്തൊക്കെ ഫ്രീസായി പോയി, എന്നിട്ട് ഉള്ളിൽ കൂടി ഇങ്ങനെ വെള്ളം പോകുന്നൊരു ഒച്ച മാത്രമേ കേൾക്കുന്നത്. ഇവിടെ ഉണ്ടൊരു കുഞ്ഞു വെള്ളച്ചാട്ടം. BCൻ്റെ സൈൻ ബോർഡ് ഉണ്ട് അവിടെ. ഇവിടെ കൊണ്ട് യൂക്കോൺ കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് യൂക്കോണ്. അവിടെ നിർത്തട്ടെ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ മൗണ്ടൻ ഗോഡ്സ് ഉണ്ടാകുന്ന സ്ഥലം. ഇത് അവരുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. പക്ഷെ ഇല്ല, ഇന്ന് കാണാൻ പറ്റുന്നില്ല, ഒന്നിനെയും കാണുന്നില്ല. മൗണ്ടൻ ഗോഡ്സിൻ്റെ പടം മാത്രമേ ഉള്ളൂ അവിടെ. മൗണ്ടൻ ഗോട്ടില്ല. ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ എവിടെയെങ്കിലും അടിപൊളി. കല്ലാണല്ലോ മൊത്തം. ഇതിങ്ങനെയൊന്നും അല്ലടാ. അവിടെ രണ്ട് ആൾക്കാരും ഉണ്ട്. ഞാൻ ഇവിടെ ഉരുണ്ട് വീണ് ചമ്മി പോവുകയും ചെയ്യും. യെസ് മാൻ, ഇത് പൊളിക്കും. അടിപൊളി. നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്ന് മെല്ലെ തെറിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈ പറയാം. രക്ഷപ്പെട്ട് ഏകദേശം റോഡെത്താൻ. അടിപൊളി.
അങ്ങനെ വീണ്ടും ബാക്ക് ടു വൈറ്റ് ഹോഴ്സ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.